തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. അദ്വികയെ സൗഹൃദവേദി തിരൂർ ആദരിക്കുന്നു. ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയെ തോൽപ്പിച്ച് ഇന്ത്യയിൽ ആദ്യമായി കീബോർഡിൽ ദേശീയഗാനം ആലപിച്ച് റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ചമ്രവട്ടം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിനിയായ P. അദ്വികയെ സൗഹൃദവേദി തിരൂർ ആദരിക്കുന്നു. ജൂലൈ 11 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് തുഞ്ചൻ പറമ്പ് മിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ പ്രമുഖർ സംബന്ധിക്കും. 50 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സൗഹൃദവേദി തിരൂർ എന്ന് പറയുന്ന സംഘടന. പൂർവ്വകാലങ്ങളിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഡോക്ടർ ആലിക്കുട്ടി എന്ന് പറയുന്നവരുടെ പ്രസിഡന്റ് സ്ഥാനത്തിലും അക്ബർ അലി മമ്പാട് എന്ന് പറയുന്ന സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു നമ്മൾ തിരൂരിൽ ഈ സംഘടന പ്രവർത്തിച്ചിരുന്നത്. 2022 മുതലാണ് KP റോമത്തുള്ളയുടെയും ഞങ്ങളുടെ കൂടെ നേതൃത്വത്തിൽ ഈ സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരൂരിൽ നടക്കുന്ന, അല്ലെങ്കിൽ തിരൂരിലെ പരിസര പ്രദേശത്തെ ജില്ലയിൽ താലൂക്കിലൊക്കെ നടക്കുന്ന ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ നമ്മൾ ആദരിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു പോരുന്ന സംഘടനയാണ് തിരൂർ സൗഹൃദവേദി. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്ത പരിപാടികളിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് നാളെ തിരൂർ തുഞ്ചൻപറമ്പിൽ ഞങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റി പറയുകയാണ്. അത് അദ്വിക എന്ന് പറയുന്ന വെറും 11 വയസ്സുള്ള ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച ആ കുട്ടിയാണ്. 11 വയസ്സുള്ള കുട്ടിക്ക് 75% ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ചോദിക്കും, എന്താ ഈ കുട്ടിയെ ആദരിക്കാൻ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കും. ആ കുട്ടി നമ്മൾ അറിയാത്ത ഒരുപാട് അവാർഡുകൾ, ഇൻ്റർനാഷണൽ അവാർഡുകൾ വാരിക്കൂട്ടിയ നമ്മളെ ഈ തിരൂരിൻ്റെ പരിസര പ്രദേശത്താണ് നമ്മൾ ഈ കുട്ടി ജീവിക്കുന്നത്. ചമ്രവട്ടം എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കുട്ടി ഒരുപാട് അവാർഡുകൾ, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ അവാർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡ്, വേൾഡ് വൈഡ് ബുക്ക് ഓഫ് അവാർഡ്, അതുപോലെ തന്നെ ഒരുപാട് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടിയാണ്. അപ്പം എന്തുകൊണ്ടും നമ്മൾ തിരൂര് ആദരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോശത്തരാണ്. അതുകൊണ്ട് നാളെ തുഞ്ചൻപറമ്പിൽ വെച്ചിട്ട് വൈകിട്ട് 4 മണിക്കാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അദ്വൈക എന്ന് പറയുന്ന കുട്ടിയുടെ അച്ചമ്മയാണ് വന്നിട്ടുള്ളത്. അവർ 40 വർഷത്തോളമായി നമ്മൾ തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഏതായാലും ഈ പ്രോഗ്രാം ആദരിക്കൽ ചടങ്ങിലേക്ക് നമ്മളെ ആദരണീയനായിട്ടുള്ള തിരൂരിൻ്റെ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര ആണ് അതിൻ്റെ ഒരു ആദരിക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തുന്നത്. അതുപോലെ തന്നെ പ്രശസ്ത ഗായകനായിട്ടുള്ള ഫിറോസ് ബാബു ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്വൈകയുടെ പരിശീലകരായിട്ടുള്ള ഷാനിബ തച്ചേരി പടിക്കൽ, നിഷാദ് നിനി എടപ്പാൾ എന്ന പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ കുട്ടിയെപ്പറ്റി വിവരിക്കാൻ വേണ്ടി കുട്ടിയുടെ അച്ഛമ്മ ഇവിടെയുണ്ട്. അങ്ങനെ സംസാരശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. 10 വയസ്സ് മുതൽക്ക് ഒരു 8 വർഷത്തോളം 6-7 വർഷത്തോളം ഞാൻ കുട്ടീനെ സ്പീച്ച് തെറാപ്പിക്കായിട്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞയച്ചു. പക്ഷെ അവർക്ക് കാര്യമായിട്ടുള്ളൊരു സ്പീച്ച് ഉണ്ടായിരുന്നില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ഒരു മാഷെ കണ്ടുമുട്ടുന്നതും കുട്ടീനെ മ്യൂസിക് തെറാപ്പി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എനിക്ക് മാഷ് ഇവിടെ അടുത്തൊന്നും അയാൾക്ക് അവിടെ ഇങ്ങനെ ഒരു സെൻറ്റർ നടത്തുന്നില്ല. ഉള്ള സെൻറ്ററുകളൊക്കെ കാസർഗോഡ് ആ ഭാഗത്തൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സാറ് മ്യൂസിക് തെറാപ്പി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് വീട്ടിൽ വന്നത്. ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അത്യാവശ്യം വിശക്കുന്നുണ്ട്, അമ്മ എവിടെ, അച്ഛനെവിടെ, സ്കൂളിൽ പോകണം, അങ്ങനെയൊക്കെ അത്യാവശ്യം പറയാൻ തുടങ്ങി. അത് കൂടുതൽ സെൻറ്റൻസുകളൊന്നും പറയില്ല. അപ്പോൾ മാഷ് ഒരു പരീക്ഷണാർത്ഥാണ് അവളെ ഒന്ന് കീബോർഡ് പഠിപ്പിച്ചത്. 2 ദിവസം ആ സാറ് വീട്ടിൽ കൊണ്ടുപോയിട്ട് സാറിൻ്റെ വീട്ടിൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് കീബോർഡ് നോക്കി. പിന്നെ അടുത്ത ദിവസം ക്ലാസ് എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കീബോർഡ് അവർക്ക് മേടിച്ചു കൊടുക്കുകയോ ചോദിച്ചു. അപ്പോൾ കീബോർഡ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, അവർക്ക് കീബോർഡ് വായിക്കാൻ കഴിയും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ ദേശീയഗാനത്തിൻ്റെ 1-2 ലൈനുകളൊക്കെ ഇങ്ങനെ വായിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ മാഷന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് ഇവിടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വേദി കിട്ടുമോ, ഇതൊന്ന് അവതരിപ്പിക്കാൻ എന്നോട് ചോദിച്ചായിരുന്നു.
ഞാൻ പറഞ്ഞു നമുക്ക് ആഗസ്റ്റ് 15 ആകുമ്പോൾ ഒന്നുകിൽ സ്കൂളിലൊരു വേദി ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ ചമ്രവട്ടത്തിലൊരു മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു നടക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ട്, അവരെല്ലാ പരിപാടികളും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ചമ്രവട്ടം പാർക്കിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സൗകര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവൾ വളരെ പെട്ടെന്ന് പഠിച്ച് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സ്കൂൾ വാർഷികത്തിൽ വലിയൊരു വേദിയായിരുന്നു. ആ വേദിയിൽ വെച്ചിട്ട് അവൾ ദേശീയഗാനം കീബോർഡിൽ വായിച്ചു. നമ്മളാരും ഒരു സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോഴും നമുക്കതൊരു ഇങ്ങനെ ഒരു കുട്ടി ഇത് ചെയ്തല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു. അവളെ പഠിപ്പിക്കുന്ന മാഷാണെങ്കിൽ ഈ ഡിസബിലിറ്റി മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാൾ മ്യൂസിക് തെറാപ്പിസ്റ്റാണ്, മ്യൂസിക് ഡയറക്ടറാണ്, അങ്ങനെ വിവിധ മേഖലകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു മാഷ കഴിവും നമ്മളെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. മാഷ കഴിവും കൂടിയാണ്. മാഷാണെങ്കിൽ 2025 സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഈ മേഖലയിൽ ചെയ്യുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. 40 പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചു തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചു വരുന്ന ജയലക്ഷ്മി, ആ ജയലക്ഷ്മിയുടെ പേരക്കുട്ടിയെയാണ് ഇന്ന് നമ്മൾ ആദരിക്കാൻ ചെയ്തിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിൻ്റെ ഈ 40 വർഷത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന രാവും പകലും ഈ കുട്ടിക്ക് വേണ്ടി ഒരു തണൽമരമായി എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നത് ഈ ജയലക്ഷ്മി ആണ്. അച്ചമ്മയും അച്ചച്ചനുമാണ്. അപ്പോൾ അവർ ഈ നിലയിലേക്ക് ആ കുട്ടിയെ എത്തിച്ചതുകൊണ്ടും ഇനി മേൽക്കൊണ്ടുള്ളതായ ബാക്കി അവർ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയാണ്. അതിനോടനുബന്ധിച്ച് ഇതെല്ലാം ആദരിക്കാനും എല്ലാം നമ്മൾക്കെല്ലാവരും കൈമാറാവട്ടെ. ഒരു അഭിമാനകരമായൊരു പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിലുള്ള കുറേ മാനസികവും അതേപോലെ തന്നെ ശാരീരികമായ വെല്ലുവിളി നേടുന്ന പല കുട്ടികളെയും മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇങ്ങനെ പരിപാടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 75% ഇങ്ങനെ ഒരു മെൻ്റലി ചലഞ്ചഡായ ഒരു കുട്ടിയെ നമ്മളെത്തി പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതും ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഇതിലൂടെയാണ് ഈ കുട്ടീനെ നോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ എടപ്പാൾ സ്വദേശിയായ ഇർഷാദ് നിനി, അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തും കൂടി ഇതിന് ബാക്കിലുണ്ട്. തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര, പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു തിരൂർ, അദ്വികയുടെ പരിശീലകരായിരുന്ന ഷാനിബ തച്ചേരിപ്പടിക്കൽ, നിർഷാദ് നിനി എടപ്പാൾ എന്നിവർ പങ്കെടുക്കും. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഓഫ് ബുക്ക്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, നോബൽ വേൾഡ് റെക്കോർഡ് എന്നിവയിലാണ് അദ്വികയുടെ നേട്ടങ്ങൾ ഇതിനകം ഇടം പിടിച്ചിട്ടുള്ളത്. പരിശീലനവും അതിജീവിതവും കൊണ്ട് സംഗീത രംഗത്ത് വലിയ നേട്ടങ്ങളാണ് അദ്വിക നേടിയിട്ടുള്ളത്. ചെമ്രവട്ടത്തെ സുജിത് ശങ്കർ, രേഖ ദമ്പതികളുടെ മൂത്ത മകളാണ് അദ്വിക. വാർത്താ സമ്മേളനത്തിൽ സൗഹൃദവേദി തിരൂർ മുഖ്യരക്ഷാധികാരി കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി, പ്രസിഡന്റ് KPO റഹ്മത്തുള്ള, ജനറൽ സെക്രട്ടറി KK അബ്ദുൾ റസാഖ് ഹാജി, വൈസ് പ്രസിഡന്റ് ഷമീർ കളത്തിങ്ങൽ, അദ്വികയുടെ അച്ചമ്മ P ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.